കാസർഗോഡ് നടന്ന ബേക്കൽ ബീച്ച് ഫെസ്റ്റിവൽ ഒന്നാം പതിപ്പിനെതിരെ ഉയർന്ന അഴിമതി പരാതികളിൽ ടൂറിസം വകുപ്പിന്റെ അന്വേഷണം തുടങ്ങിയിരിക്കുന്നു. ടിക്കറ്റ് വിൽപ്പനയിലും ടെൻഡർ നടപടികളിലും അഴിമതി നടന്നുവെന്നാണ് ആരോപണം. ടൂറിസം അഡീഷണൽ സെക്രട്ടറിക്കാണ് ഇതിന്റെ അന്വേഷണ ചുമതല. BRDC, DTPC, വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ 2022 ഡിസംബറിലായിരുന്നു ബേക്കൽ ഫെസ്റ്റിന്റെ ഒന്നാം പതിപ്പ് നടന്നത്. ഉദുമ MLA CH കുഞ്ഞമ്പു ആയിരുന്നു സംഘാടക സമിതി ചെയർമാൻ. മേള വൻ വിജയമാണെന്നായിരുന്നു സംഘാടക സമിതിയുടെ അവകാശവാദം. എന്നാൽ ഫെസ്റ്റിനെതിരെ പിന്നീട് അഴിമതി ആരോപണവും ഉയർന്നു. ടിക്കറ്റ് വിൽപ്പനയുടെ കണക്കിലും ടെൻഡർ നടപടികളിലും ക്രമക്കേട് നടന്നുവെന്നാണ് ആരോപണം. 10 ലക്ഷം പേർ പങ്കെടുത്തുവെന്ന് അവകാശപ്പെടുന്ന മേളയിൽ വിറ്റഴിഞ്ഞ ടിക്കറ്റ് 4 ലക്ഷത്തിൽ താഴെ മാത്രമാണ്. സംഘാടകർ പുറത്തുവിട്ട കണക്കിലെ ഈ പൊരുത്തക്കേടിൽ ഇതുവരെ വ്യക്തതയുണ്ടായിട്ടില്ല. സംഘാടക സമിതി 4 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞ എണ്ണവും പിന്നീട് ജനുവരി 3-ാം തീയതി പരിപാടി, അത് ഡിസംബർ 24-ന് ആരംഭിച്ച് ജനുവരി 3-ന് അവസാനിക്കുമ്പോൾ പറഞ്ഞ കണക്ക് പ്രകാരം ഏതാണ്ട് 4 ലക്ഷത്തിൽ പരം ആളുകൾ പങ്കെടുത്തു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. സ്വാഭാവികമായും ടിക്കറ്റ് വിൽപ്പനയിൽ വ്യാപകമായ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് അതിൽ പകൽ പോലെ വ്യക്തമാണ്. ആ കാര്യങ്ങൾ ഈ പറയുന്ന സംഘാടക സമിതിയോട് ഉന്നയിച്ചപ്പോൾ അവർ പറഞ്ഞത് പരിപാടിയിൽ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കാൻ, ആകർഷണം ഉണ്ടാക്കാൻ വേണ്ടി എണ്ണം പെരുപ്പിച്ചു കാണിച്ചു എന്നാണ് അവർ പറഞ്ഞത്. അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ബേക്കലിലെ BRDC ഓഫീസിലെത്തി പരിപാടി നടത്തിപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ ശേഖരിച്ചു. പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തി. 1 മാസത്തിനകം ടൂറിസം സെക്രട്ടറിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. ജനങ്ങളുടെ വിനോദത്തിനായി സംഘടിപ്പിക്കുന്ന മേളകളോടോ ആഘോഷങ്ങളോടോ ആർക്കും എതിർപ്പില്ല. എന്നാൽ അതിന്റെ സംഘാടനം തീർത്തും സുതാര്യമായിരിക്കണം. ബേക്കൽ ബീച്ച് ഫെസ്റ്റുമായി ബന്ധപ്പെട്ടുയർന്ന പരാതികളെ സംബന്ധിച്ച് അന്വേഷണത്തിൽ വ്യക്തതയുണ്ടാവട്ടെ. വിജീഷ് അണങ്കൂറിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ. 10 ലക്ഷം പേർ പങ്കെടുത്തു എന്ന് അവകാശപ്പെടുന്ന മേളയിൽ വിറ്റഴിഞ്ഞ ടിക്കറ്റുകൾ 4 ലക്ഷത്തിൽ താഴെ മാത്രമാണ്. സംഘാടകർ പുറത്തുവിട്ട കണക്കിലെ ഈ പൊരുത്തക്കേടാണ് വലിയ ആക്ഷേപത്തിന്, വിമർശനത്തിന് ഇടയാക്കുന്നത്. കേൾക്കാം ഈ വിഷയത്തിൽ പ്രദേശവാസികൾക്ക്, ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്. ഒരുപാട് കൂടുതൽ പൈസ ചോദിച്ചു എന്നുള്ളൊരു അറിവ് ഞാൻ കേട്ടിട്ടുണ്ട്. അത്ര തന്നെ പറഞ്ഞാലിപ്പം ഒരു 10% ചോദിക്കേണ്ടടുത്ത് 20% കൂട്ടി ചോദിച്ചിട്ടുണ്ട് എന്നുള്ളൊരു അറിവുണ്ട്. അതിപ്പോൾ കണക്ക് അതിൻ്റെ കമ്മിറ്റി ആയിട്ട് അവർക്ക് അറിയാൻ പറ്റുള്ളൂ. കണക്കൊന്നുമില്ല. ആരാ കണക്ക്? ഇപ്പോൾ അല്ല ഗവൺമെൻറ് അവരെ കണക്ക് നമുക്കറിയും. സർക്കാരിൻ്റെ പരിപാടിയോ നമുക്കൊരു കണക്ക് അവരെ പറ്റി അറിയില്ല. അത് അന്വേഷിക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഇതല്ലേ, അത് അന്വേഷിക്കണം. ഈ വെറുതെ ഇങ്ങനെ പൈസ അനാവശ്യമായിട്ട് ചിലവാക്കുന്നതിനുള്ളത് ഒഴിവാക്കണം. ഇനി ചെറിയൊരു ഇടവേളയാണ്. ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ഏറ്റവും ഒടുവിലായി പുറത്തു വന്നൊരു വാർത്ത കൂടി പ്രേക്ഷകരോട് സൂചിപ്പിക്കാം. അത് തൃശൂർ ശ്രീനാരായണപുരത്ത് തീരക്കടലിൽ മത്സ്യബന്ധന യാനം മറിഞ്ഞ് തൊഴിലാളി മരിച്ചു എന്നുള്ള വാർത്തയാണ്. ഒരാൾ രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വെമ്പലൂർ സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. തിരയിൽപ്പെട്ട് യാനം മറിയുകയായിരുന്നു. ഇയാളോടൊപ്പം ഉണ്ടായിരുന്ന ബിജു എന്ന മത്സ്യത്തൊഴിലാളി നീന്തി രക്ഷപ്പെട്ടിട്ടുണ്ട്. ആ വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. യൂട്യൂബിൽ ഒരുപാട് പ്രേക്ഷകർ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട വാർത്ത എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. പകൽ സമയത്തൊക്കെ നമ്മളത് സജീവമായി നൽകിയിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. കണ്ണൂരും കോട്ടയത്തുമൊക്കെ അത് സംഘർഷങ്ങളിലേക്ക് പോകുന്നത്, പോലീസ് ജലബീരങ്കി പ്രയോഗിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.